ഇന്ത്യയിലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് എക്സാമിൽ മിന്നും വിജയം കരസ്ഥമാക്കിയ ഒരു കൊച്ചുമിടുക്കിയാണ് ഇന്ന് നമ്മോടൊപ്പം ഇവിടെയുള്ളത്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. സോ മോളെ, എന്താണ് പേര് പറയൂ? എൻ്റെ പേര് റന ഫാത്തിമ. റന ഫാത്തിമ. നാട്ടിലെവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോടാണ്. അപ്പോൾ വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? ഉപ്പ, ഉമ്മ, രണ്ടനിയന്മാർ. രണ്ടനിയന്മാരുണ്ട്. അപ്പോൾ അത്രയും പേരുള്ള ഫാമിലിയാണ്. എത്രയായിരുന്നു മോളെ നീറ്റിൻ്റെ സ്കോർ? എത്രയായിരുന്നു? 710. അപ്പോൾ എത്രയാണ് ഓൾ ഇന്ത്യ റാങ്ക് വന്നത്? 199 ആണ് ഓൾ ഇന്ത്യ റാങ്ക് വന്നത്. അപ്പോൾ ഒരു 200 റാങ്കിനുള്ളിൽ വരാനായിട്ട് സാധിച്ചു അല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു, എന്ത് തോന്നി ഈ 199 റാങ്ക്, ഇത്രയും 710 സ്കോർ ഉണ്ട് എന്ന് കണ്ടപ്പോൾ ആദ്യം എന്ത് തോന്നി? ഒരുപാട് സന്തോഷം. അതിന് തന്നെ ദൈവത്തിന് ഒരുപാട് നന്ദി. പിന്നെ എന്നെ ബ്രില്യൻറ്റും എൻ്റെ പേരൻസും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. എൻ്റെ ടീച്ചേഴ്സ് എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ ഞാൻ ഒരു 680 690 സ്കോറായിരുന്നു എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തത്. അത് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ 700+ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് എൻട്രൻസിന് തയ്യാറെടുത്തുകൊണ്ടിരുന്നത് എന്നൊന്ന് പറയാമോ? ഞാൻ ആദ്യം തന്നെ ഇവിടെ വന്ന സമയത്ത് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ പഠിക്കണം. അപ്പം പിന്നീട് റിപ്പീറ്റർ പ്രോഗ്രാമിനല്ലേ ജോയിൻ ചെയ്തത്? പിന്നീട് വീക്കിലി എക്സാംസ് തുടങ്ങിയ സമയത്ത് ഞാൻ മെയിനായിട്ട് അത് തന്നെയായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പിന്നെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ അപ്പം തന്നെ അത് മാക്സിമം പഠിക്കാൻ ശ്രമിച്ചു. പിന്നെ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. പിന്നെ മോഡൽ എക്സാംസ് എല്ലാം തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതായത് ഇപ്പോൾ മറ്റുള്ള ലൈബ്രറി ബുക്സ് എടുത്ത് പഠിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിലും വർക്ക് ബുക്ക് ആണെങ്കിലും ഒക്കെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്തത് അല്ലേ? ഞാൻ ഒരു പ്രിഫറൻസ് ഓർഡർ വെച്ചിരുന്നു. ഫസ്റ്റ് NCERT, പിന്നെ ക്ലാസ് നോട്ട്, പിന്നെ വർക്ക് ബുക്ക്, സ്റ്റഡി മെറ്റീരിയൽ, പ്രീവിയസ് ഇയർ, സ്റ്റഡി പാക്കേജ്. പിന്നെ ഞാൻ ഔട്ടായിട്ടുള്ള ബുക്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ബ്രില്യൻറ്റ് മെറ്റീരിയൽസ് തന്നെയാണ്. അപ്പോൾ ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് പഠിച്ചാലും നമുക്കൊരു 700+ സ്കോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് റന ഫാത്തിമ, നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? ഓക്കെ. സോ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് കുറേ വീക്ക്ലി എക്സാംസ് ആയിരിക്കും ആദ്യം ഉണ്ടാവുക അല്ലേ? അപ്പോൾ സ്കോർ കൂടിയും കുറഞ്ഞും ഒക്കെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നല്ല സ്കോർ കിട്ടുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അതുപോലെ ചിലപ്പോൾ റാങ്ക് കുറഞ്ഞു പോകുന്ന സമയങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സിനെയൊക്കെ എങ്ങനെയാണ് റന മെയിൻറ്റെയിൻ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്? ഞാൻ ഒരിക്കലും എൻ്റെ സ്കോർ ഞാനിങ്ങനെ അനലൈസ് മീൻസ് അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. എപ്പോഴും ഞാൻ ഏതൊക്കെയാണ് എനിക്ക് മിസ്റ്റേക്സ് പറ്റുന്നത് അത് ഞാൻ കറക്റ്റ് ചെയ്ത് പോകാനാണ് ശ്രദ്ധിച്ചത്. അപ്പം കുറയുമ്പോൾ ഞാൻ അധികം ടെൻഷൻ അടിക്കില്ല, കൂടുമ്പം ഭയങ്കരമായി സന്തോഷിക്കാറുമില്ല. അത് എൻ്റെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ എക്സാം ഉപയോഗിച്ചത്. അപ്പോൾ ഓരോ എക്സാമും കഴിയുമ്പോൾ തന്നെ എന്തൊക്കെയാണ് തെറ്റ് പറ്റിയ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്ന് നോക്കിയിട്ട് ഇപ്പോൾ പ്രൊഫസേഴ്സിൻ്റെ അപ്രോച്ച് ചെയ്ത് പഠിക്കുക, അങ്ങനെ ഒരു പാറ്റേൺ ആണോ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്? എനിക്ക് ലാസ്റ്റ് മോഡൽ എക്സാംസ് ആയ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ അറിയാത്ത ഒരു ക്വസ്റ്റ്യൻസ് പോലും ഇല്ല. പക്ഷേങ്കിൽ സില്ലി മിസ്റ്റേക്സ് കൊണ്ട് കുറേ അങ്ങനെ മിസ്റ്റേക്സ് വന്നിരുന്നു. അപ്പോൾ ഞാൻ മാക്സിമം പിന്നെ അടുത്ത എക്സാം വരുമ്പോൾ ആ മിസ്റ്റേക്സ് മാക്സിമം കുറയ്ക്കാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് നീറ്റ് എക്സാമിൽ സില്ലി മിസ്റ്റേക്സ് തീരെ കുറയ്ക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നെഗറ്റീവ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ എവിടെയായിരുന്നു, ഏത് ഹോസ്റ്റലിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്? ഞാൻ മാരിഗോൾഡിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ആണെങ്കിലും, അപ്പം മാരിഗോൾഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് തൊട്ടടുത്തുള്ള ഹോസ്റ്റലാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് റെഫറൻസ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചതും, അപ്പോൾ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എങ്ങനെയാണ് ഇത്തരം ഒരു റാങ്കിലേക്ക് എത്തിച്ചേരാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തതെന്നൊന്ന് വിശദീകരിക്കാമോ? പഠിക്കുന്ന സമയത്ത് ഏറ്റവും കംഫർട്ടായിരുന്നു എൻ്റെ റൂമിലിരുന്ന് തന്നെ പഠിക്കുന്നതായിരുന്നു. അപ്പം എൻ്റെ റൂംമേറ്റ്സും വളരെ സപ്പോർട്ടീവായിരുന്നു. പിന്നെ മിസ്സായാലും ലാസ്റ്റ് മോഡൽ എക്സാം സമയത്ത് എല്ലാവരെയും പോലെ തന്നെ ടെൻഷൻ ആണോ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പം മിസ്സ് ഇപ്പോൾ നമ്മൾ പ്രോഗ്രസ് കാർഡ് ചെക്ക് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ കെമിസ്ട്രിയിൽ മാർക്ക് കുറവ്, ഫിസിക്സും ബയോളജിയും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മിസ്സ് ഫസ്റ്റ് പറയാം ഫിസിക്സിലും ബയോളജിയും നല്ല മാർക്ക് ഉണ്ടല്ലോ എൻ്റെ നിത്യ മിസ്സ്. അപ്പോൾ എനിക്കൊരു സമാധാനം. അപ്പം കുറഞ്ഞത് പിന്നെ കൂട്ടാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. മിസ് ഇപ്പോൾ ഒരു സപ്പോർട്ടായിട്ടായിരുന്നു നിന്നത്. പിന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ രണനാഥ് സാറും എപ്പോഴും പറഞ്ഞുതരും, ഇപ്പം നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് അതിൽ നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ച് അടുത്ത ദിവസം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്യുമ്പോൾ ആ മിസ്റ്റേക്ക് ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ എക്സാം എഴുതിയതിനെ കൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയും.
അപ്പോൾ ഞാൻ മാക്സിമം മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് പോകാനായിരുന്നു ശ്രദ്ധിച്ചത്. അപ്പോൾ ക്ലാസ് ടീച്ചറിൻ്റെ സപ്പോർട്ടിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഹോസ്റ്റലിലെ ഇൻചാർജ് ഉണ്ടായിരുന്ന ടീച്ചറിൻ്റെ സപ്പോർട്ടിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ പാരൻസും അല്ലേ? അപ്പോൾ പാരൻസിൻ്റെ സപ്പോർട്ടിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? പാരൻസ് തന്നെയാണ് ഈ മുഴുവൻ ജേണിയിൽ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്. ചില സമയത്ത് ഞാൻ എന്തൊക്കെയോ ടെൻഷൻ കാരണം ഞാൻ ഇവിടുന്ന് പോകാൻ വരെ അങ്ങനെ ശ്രമിച്ചിരുന്നു. അപ്പം ഒരെന്നോട് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞല്ല നിർബന്ധിക്കൽ, ഇങ്ങനെ പോന്നോന്ന് പറയും. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്ക് ടെൻഷനാവും, ഞാൻ പോയാൽ ഇത് നഷ്ടപ്പെട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കും. പിന്നെ എന്തുണ്ടായാലും ഉപ്പ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് തരും. അപ്പം ഒലിനാണ് ഫുൾ സപ്പോർട്ടും, ഒലിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പോൾ നമുക്ക് ഓണത്തിനാണെങ്കിലും ക്രിസ്മസിനാണെങ്കിലും ഒക്കെ കുറച്ച് ദിവസം സ്റ്റഡി ലീവ് ഒക്കെ തരാറുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ വീട്ടിൽ പോവുമായിരുന്നോ അതോ ഇവിടെ തന്നെ നിന്ന് പഠിക്കാനാണോ ശ്രദ്ധിച്ചിരുന്നത്? 5 ദിവസമെല്ലാം വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരും. ഓക്കെ. സോ അപ്പോൾ അങ്ങനെയാണ് റന എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ട് സ്കോർ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ തോന്നിയത്? ആദ്യം തന്നെ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് തന്നെ മാക്സിമം കൂളായി ഇരിക്കാൻ ശ്രദ്ധിച്ചു. കാരണം എനിക്ക് ഇവിടുത്തെ എക്സാമിന് ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഭയങ്കര ടെൻസ്ഡായ സമയത്ത് എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഞാൻ മാക്സിമം കൂളായി നിൽക്കാൻ ശ്രമിച്ചു. പിന്നെ ഞാൻ എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു എളുപ്പമായി തന്നെയായിരുന്നു എനിക്ക് തോന്നിയത്. അപ്പം പിന്നെ സ്കോർ നോക്കിയ സമയത്ത് 700+ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പോൾ റന പറഞ്ഞു നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിലും ബ്രില്യൻറ്റിൻ്റെ മെറ്റീരിയൽസ് ആണ് ഏറ്റവും കൂടുതൽ റെഫർ ചെയ്തുകൊണ്ടിരുന്നതെന്ന്. അപ്പോൾ ബ്രില്യൻ്റെ മെറ്റീരിയലിന് ഇത്രയും ഒരു സ്കോറിലേക്ക് എത്തിക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട് എന്ന് റന പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ എക്സാംസ് ഉണ്ടല്ലോ, ഇപ്പോൾ വീക്ക്ലി എക്സാംസ് ആണെങ്കിലും NCERT എക്സാംസ് ആണെങ്കിലും മോഡൽ എക്സാംസ് ആണെങ്കിലും, അപ്പോൾ ഇങ്ങനെ ഈ എക്സാംസ് എഴുതിയത് എങ്ങനെയാണ് ഏറ്റവും അവസാനം നമ്മുടെ നീറ്റ് എക്സാം എഴുതുന്നതിന് ഹെൽപ്പ് ചെയ്തത് എന്നൊന്ന് പറയാമോ? ഇവിടെ ലാസ്റ്റ് മോഡൽ എക്സാംസ് എന്ന് പറയുമ്പം ശരിക്കും റിവിഷൻ തന്നെ. ഞാൻ ആ സമയത്ത് വീണ്ടും ചാപ്റ്റേഴ്സ് റിവിഷൻ ചെയ്യുന്ന പകരം ആ ക്വസ്റ്റ്യൻസിലുള്ള ഓരോ തെറ്റുകളും അതിലത്തെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളും വെച്ചാണ് ഞാൻ റിവിഷൻ ചെയ്യാറ്. അപ്പം പിന്നെ എനിക്ക് കൂടുതൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പഠിക്കേണ്ട ആവശ്യം വരില്ല. എനിക്കറിയാത്ത കാര്യങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റി. അപ്പം ഇവിടുത്തെ എക്സാംസ് എഴുതൽ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എക്സാംസ് എഴുതിയത് കൊണ്ടാണ്, ഇത്രയും എക്സാംസ് എഴുതിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നതും അതിൽ നിന്ന് ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നതും. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളെ കണ്ടല്ലോ. അപ്പോൾ ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് എത്തിച്ചേർന്നത് കൊണ്ട് അപ്പോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ പഠിച്ചാലാണ് ഒരു 700+ സ്കോർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു 200-ന് താഴെയുള്ളൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്? അപ്പോൾ റനയ്ക്കൊന്ന് അവരോടൊന്ന് പറയാൻ പറ്റുമോ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട്? ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ അത് എൻജോയ് ചെയ്ത് ഒരു ഇൻട്രസ്റ്റോട് കൂടെ പഠിക്കുമ്പോൾ ഏതൊരു ടഫായിട്ടുള്ള സബ്ജക്റ്റ് നമുക്ക് എളുപ്പമാക്കാൻ പറ്റും. എനിക്ക് കെമിസ്ട്രി ആയിരുന്നു കുറച്ച് വീക്കായിരുന്നത്. ഓർഗാനിക് കെമിസ്ട്രി പ്ലസ് 2-ൽ എനിക്ക് അത്ര ബേസ് ഇല്ലായിരുന്നു. അപ്പം ഞാനത് കുറച്ച് ഇൻട്രസ്റ്റ് ആക്കി അതിലത്തെ ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ലാസ്റ്റ് ആയ സമയത്ത് എനിക്ക് ഏറ്റവും എളുപ്പം ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു. അപ്പം എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ച് പിന്നെ ഒരിക്കലും റിസൾട്ട്സിനെ പറ്റി ആലോചിക്കാൻ പാടില്ല. കാരണം അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് സ്ട്രെസ്സ് വരുന്നത്. അപ്പം റിസൾട്ട്സിനെ പറ്റി ആലോചിക്കാണ്ട് എപ്പോഴും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് പഠിക്കാം. അപ്പോൾ എന്താണ് ഇനി ഇപ്പോൾ എൻട്രൻസിന് എന്തായാലും ഒരു 700+ സ്കോറുണ്ട്, 200 അടുത്ത റാങ്ക് ഉണ്ട്. അപ്പോൾ എന്താണ് അടുത്ത ഭാവി പരിപാടി എന്താണ്? എനിക്ക് എയിംസ് കിട്ടുകയാണെങ്കിൽ അവിടെ പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ജിപ്മറും നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതുന്ന ഒരു എക്സാമാണ് നീറ്റ്. അപ്പോൾ അതിൽ അത്രയും നല്ലൊരു സ്കോറും റാങ്കും കിട്ടിയ ആളാണ് റന ഫാത്തിമ. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് എഴുതുന്ന എല്ലാ എക്സാമുകൾക്കും ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഇതേപോലെയുള്ളൊരു വിജയം ആവർത്തിക്കാനാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിന് വേണ്ടിയും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കൺഗ്രാറ്റ്സ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.